ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിടക്കങ്കിണ്ണാച്ച് മൈൻക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഒരു 2025 വരെ നിർത്തി വെച്ചേക്കണേ, അത് ഒരു മാസം. അപ്പോൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ കയറും, അല്ലെ ഇപ്പം നമുക്ക് മടുപ്പാണ് ഗൈസ് ഫ്രീ ഫയറിൽ കളിക്കുന്നതാണ്. പിന്നെ പിന്നെ നമ്മളിപ്പോൾ അതുകൊണ്ട് മൈൻക്രാഫ്റ്റിലാണ്. ഞാൻ മൈൻക്രാഫ്റ്റ് കുറച്ച് നാളായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വേൾഡ് സർവൈവൽ വേൾഡ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഡ്രാഗണൊക്കെ ഇതിൽ കൊന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നമ്മുടെ ആ ഒരു ബേസൊക്കെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഗൈസ്, എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പറയുന്ന അറിയത്തില്ല, അല്ലാതെ പറയാൻ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, എല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഇങ്ങനെ നമ്മുടെ ബേസും സ്ഥലങ്ങളും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അത് ഇപ്പം നമ്മൾ ഇങ്ങനെ റെക്കോർഡിൻ്റെ ഒരു സംഭവം മാറ്റി വെച്ചുകൊണ്ടാണ്, അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചെസ്റ്റും നിങ്ങൾക്കൊക്കെ തുറന്ന് കാണിച്ചു തരാം. ഈ ചെസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതൊക്കെയാണ് നമ്മൾ അത്ര പ്രോ ഒന്നും അല്ല മൈൻക്രാഫ്റ്റ്. പിന്നെ ഇതൊക്കെ ഞാൻ ചുമ്മാ ഇത് പിന്നെ ക്രീപ്പർ വന്ന് പൊട്ടിയതാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങുമല്ലോ, ഒരു ക്രീപ്പർ വന്ന് മുമ്പിൽ നിന്നങ്ങ് പൊട്ടി. അങ്ങനെ പിന്നെ നമ്മൾ എലൈട്രയുടെ ലൈഫ് നിങ്ങൾ കണ്ടെന്ന് ചോദിച്ചാൽ അയ്യോ ബേസ് കാണിച്ചോക്കെ, ഞാൻ അത് ബേസ് ബ്ലറാക്കിയേക്കാം. വീണ്ടും ഞാൻ ബേസിലോട്ട് തന്നെ വീഴുകയാണല്ലോ. നമുക്ക് പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് പിന്നെ ഗൈസ്, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വോയിസ് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ബേസിൽ നിന്ന് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ പരിസരങ്ങളെല്ലാം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ആദ്യം ഒരു പോർട്ടൽ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് പിന്നെ പൊളിച്ച് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സൈഡിൽ കാണുന്ന കണ്ടില്ലേ, ഇതാണ് ഞാനൊരു അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കിയത്, പാളിപ്പോയി. പിന്നെ ഇത് ഒരു അക്വേറിയമാണ്, അറിയാലോ. ഇത് ആണെങ്കിൽ ഞാൻ ഏഷ്യൻ മോണുമെൻറ്റ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് പോയി എടുത്ത ആക്സലോട്ടിലിന് എനിക്ക് അവിടെ ഒരു ടയഗ ബയോമിൽ ഇതായപ്പം എനിക്ക് ഇവിടെ നിന്ന് ഒരു ലഷ് കേവ് കിട്ടി. വലിയ ലഷ് കേവാണ്, ഭയങ്കര വലിയ ലഷ് കേവാണ്. അവിടെ ഞാൻ ഡയമണ്ട് ഇതൊക്കെ തപ്പിക്കൊണ്ടിരുന്നപ്പം കിട്ടി. ഇത് നമ്മുടെ വീടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ചുമ്മാ സ്പീഡിൽ ചുമ്മാ ഒരു വീടുണ്ടാക്കിയാണ്. ഇവിടെ ഒരു ഫർണസ് ഉണ്ട്, പിന്നെ ഫുഡ് നമുക്ക് വേണ്ട ഫുഡ് റോക്കറ്റൊക്കെ അവിടെ വെച്ചേക്കും. പിന്നെ 2 ബെഡ്, നമ്മുടെ ഒരു പൂച്ച. പിന്നെ ഇവിടെ നമ്മുടെ ബേസിൻ്റെ സൈഡിലായിട്ടുള്ള ഇത് ഈ ചെസ്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇത് ഞാൻ ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ. എനിക്ക് ചെറിയൊരു കഫക്കെട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ബേസ് കാണിച്ചു തരാൻ പോവാണ്. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കിടുക്കം ബേസാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഇത് ഒരു ബേസ്. ഇത് നമ്മുടെ വില്ലേജ് ബ്രീഡർ സ്ഥലമാണ്, നമുക്ക് കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് നമ്മുടെ ട്രേഡിങ് ഹാളാണ്. അപ്പോൾ ഇത് ഓരോരുത്തരും തരും. ഇവിടുത്തെ ഒരുത്തൻ ചാടി അങ്ങ് പോയി ഗൈസ്, അവൻ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ മറ്റേവനങ്ങ് ചാടിപ്പോയി. ഷാർപ്പ്നെസ് 5 ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ചാടിപ്പോയി. ചാനലിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ചാനലിങ്ങിൻ്റെ അടുത്തും ചാടിപ്പോയി. പിന്നെ ഇവർക്ക് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നതല്ല ഗൈസ് ഇവരെടുക്കുന്നത്, ഇവർ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതാണ് എടുക്കുന്നത്, അതാണ് പ്രശ്നം. അത് വലിയൊരു കഷ്ടമാണ് ഗൈസ്. അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ ആ സൈഡിൽ ഇരിക്കുന്ന എടുത്താൽ. എന്നിട്ട് ഇവരാണെങ്കിൽ ഒട്ടും അപ്ഗ്രേഡും ചെയ്യത്തില്ല. പിന്നെ ഗൈസ്, ഇത് നമുക്ക് കൊച്ചു ബേസ്, അവിടെ ചെസ്റ്റും കാര്യങ്ങളും. പിന്നെ ഇത് നമ്മൾ കിടക്കുന്ന ബെഡ് കണ്ടല്ലോ, രാത്രിയാണോ നോക്കാൻ വേണ്ടി ഞാൻ റീസ്പോൺ പെയിൻ്റ് അടിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ നെതർ പോർട്ടൽ, നമ്മൾ നെതറിലോട്ടൊക്കെ നേരെ കയറുകയാണ് ഗൈസ്, നേരെ കയറുകയാണ് നമ്മൾ നെതർ ബിൽഡിംഗ് ടെറൈൻ. വരൂ.
അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ഇവനാണ് നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയത്. ഇവൻ നേരെ നെതറിൽ പോയി അങ്ങ് നിന്നു. ഇവിടെ പിന്നെ അവിടെ കുറേ സൈഡിലൊക്കെ മാക്ബോക്കൊക്കെ ഞാൻ ഇങ്ങനെ കുഴിച്ചെടുത്തായിരുന്നു. എനിക്കിഷ്ടമല്ല ഗൈസ് ഇങ്ങനത്തെ ഒരു സ്ഥലം. ഒരുമാതിരി അവിടെ ഇവിടെയും കുറേ കൊള്ളാതെ നടക്കുന്നത്. ആ ഫോട്ടോസ് ഒന്നും ഞാൻ ഇച്ചിരി കണ്ടിട്ട് പോലും ഇല്ല ഗൈസ്. എത്ര നോക്കിയെന്നറിയാവോ, ഇവിടെ ഞാൻ ഫോട്ടോസ് പോലും കണ്ടില്ല. അത്ര നേരം ഞാൻ നോക്കി ഫോട്ടോസിന് വേണ്ടി പറ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്കൊരു ഫോട്ടോസ് പോലും കിട്ടിയില്ല. അത് ഞാൻ പിന്നെ ഗോൾഡൻ ആപ്പിൾ അടിച്ച്. പക്ഷെ എനിക്ക് എൻ്റെ എലൈട്രയുടെ ലൈഫ് ഭയങ്കര കുറവാണ് കേട്ടോ. ഭയങ്കര കുറവാണ് എൻ്റെ എലൈട്രയുടെ ലൈഫ്. ഭയങ്കര എന്ന് വെച്ചാൽ ഒരുപാട് കുറവാണ്. അത് കാണാൻ വരും പറ്റത്തില്ല. നമുക്ക് 2-3 വട്ടം പറന്നു കഴിഞ്ഞാൽ അതങ്ങ് തീരും. ഞാനാണെങ്കിൽ മെൻഡിങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാരൊക്കെ കൊല്ലും. അപ്പം കിട്ടും. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കൂടും. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഇത്രയും ഡെബ്രീസ് കുറേ ഇങ്ങോട്ട് എൻ്റെ ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫാം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. അങ്ങനെ ഞാനാണെങ്കിൽ ഇത് പൊട്ടിക്കുമ്പോൾ നമുക്ക് എക്സ്പി എന്നുള്ളൊരു തോന്നൽ. ഞാൻ നേരെ താഴോട്ട് നിന്നങ്ങ് കുഴിച്ച് നേരെ താഴോട്ട് ദാണ്ട വീണ് താഴെ. ഞാനാണെങ്കിൽ ഒരു 1.5 വീഴ്ചയാണ് വീണത്. പൊങ്ങിയിട്ട് എത്തുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ ഗോൾഡൻ ആപ്പിൾ അടിച്ച് പേടിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റ് പൊങ്ങി വന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ പോയി ബ്ലോക്ക് വല്ലതും ഉള്ള താഴെ ഇങ്ങനെ വെച്ച് കയറി വരാൻ ഒന്നും കാണുന്നില്ല. താഴോട്ടാണെങ്കിൽ വെക്കാനും പറ്റുന്നില്ല. മറ്റേ ഷെയ്ഡറല്ല കൈസ് ഇട്ടേക്കുന്ന. മറ്റേതാണെങ്കിൽ നമുക്ക് വാട്ടറിൻ്റെ അടി കാണാൻ പറ്റില്ല. ലാവയുടെ അടി കാണാൻ പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനാണെങ്കിൽ അങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു നോക്കുന്നുണ്ട്. അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടോട്ട് കയറാം. ഞാൻ വീണ്ടും താഴോട്ട് പോയി ഗൈസ്. ഞാൻ പിന്നെയും പൊങ്ങി വന്ന് ഞാനാണെങ്കിൽ എന്നിട്ട് ഇവിടെ വെച്ച് പൊങ്ങി വന്നിട്ട് എലൈട്രേറ്റ് അടിക്കാൻ നോക്കുന്നു. പിന്നെ ഒരു മൊബൈൽ പ്ലെയറാണ്, നമ്മൾ ന്യൂബാണ്. പിന്നെ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ തൊട്ട് ഇങ്ങനെ നമ്മൾ ആണെങ്കിൽ റെസിസ്റ്റൻസൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കി ഇങ്ങനെ പോവാണ്. ഗോൾഡൻ ആപ്പിൾ എപ്പോൾ വേണേലും നമുക്ക് അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോവാണ്. അപ്പോഴത്തേക്കുമാണ് എനിക്ക് നേരെ മുമ്പിലായിട്ടൊരു നെതർ ഫോർട്രസ് ആണോ എന്നൊരു ഡൗട്ടായിട്ട് ഒരു സംഭവം തോന്നി. ഞാനാണെങ്കിൽ അന്ന് അങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും കുറേ സോംബിഫൈഡ് പിഗ്ലിൻസ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ എല്ലാം ഒരു സൈഡിലോട്ട് ഓടുന്നു. അപ്പം ഞാൻ ആലോചിച്ച മറ്റേ അവന്മാർ വന്നതായിരിക്കുക, ബാസ്റ്റ്യൻസിലുള്ള ആ സാധനത്തിലുള്ള ബാസ്റ്റനിലുള്ള അവന്മാർ വല്ലതും അവിടെ വല്ലതും വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. എനിക്ക് മറ്റേൻ്റെ കോർഡിനേറ്റ്സ് ഓർമ്മയുണ്ട്. 48 ആ ഒരു ഇതായിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അതിന് ഞാനാണെങ്കിൽ 48 മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ഓർമ്മയില്ല. ഞാനാണെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും മൈൻക്രാഫ്റ്റിൽ വെച്ച് തന്നെ ഏറ്റവും വേസ്റ്റ് ബയോം എന്നറിയപ്പെടുന്ന ബയോമാണ് ഈ ബയോം. എൻ്റെ പേര് എനിക്കറിയത്തില്ല. ഏറ്റവും വേസ്റ്റ് ബയോം. ഞാൻ അവിടുന്ന് പറന്ന് ഗൈസ്, അവിടുന്ന് ഒറ്റയടിക്ക് ഞാൻ അവിടുന്ന് പറന്ന് വന്നപ്പോൾ എനിക്ക് സ്ഥലം തെറ്റിയെന്നൊരു മനസ്സിലായി. ഞാനാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും പിഗ്ലിൻസ് വീണ്ടും. എനിക്കാണെങ്കിൽ കലി വന്നു. ഞാൻ ടോട്ടം ഒന്നും കൈ പിടിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ കാര്യവേ മറന്ന് ടോട്ടം പോലും കൈ പിടിച്ചിട്ടില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ നേരെ പറന്ന് ഇവിടെ വന്ന് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ എന്തോ ബ്ലാക്ക് കൂട്ടി എനിക്ക് കണ്ടപ്പോൾ വില്ലേജേഴ്സും ഇവന്മാരെല്ലാം അവിടെ നിന്ന് ചാടി വന്നതാണ് കേട്ടോ. ഞാൻ അത് തുറന്നപ്പോൾ എല്ലാം ഇങ്ങോട്ട് ചാടി വന്ന്. ഞാൻ ഇങ്ങനെ നോക്കുക, ഇതവിടെ കണ്ടുവരിക. ആദ്യം ഞാൻ അവിടെ പോർട്ടൽ ഉണ്ടാക്കിയപ്പം ഈ ഒരു പോർട്ടലിലാണ് വന്നത്. ഇവിടെ ആണ് വന്ന് ഞാൻ സ്പോണായത്. അപ്പോഴത്തേക്കും ഞാനും അവനും ഇവിടെ നിൽക്കാൻ നേരം ഒരു ഗാസ്റ്റി. ഞാനാണെങ്കിൽ ഗാസ്റ്റിനെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക. ഒരെണ്ണം കയ്യിൽ തെറ്റി
അടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ പോർട്ടൽ അങ്ങ് പൊട്ടിപ്പോയി. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞു. നോക്കാൻ നേരം ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും ഇല്ല, ഒന്ന് കത്തിച്ച് അങ്ങോട്ട് പോവാം. ഞാനാണെങ്കിൽ പിന്നെ പെട്ട അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഞാൻ അതുകൊണ്ട് നേരെ താഴെ ചാടിയിട്ട് മറ്റേ പോർട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക. അത് ഇതിൻ്റെ നേരെ അടിയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ ഒരു കോർഡിനേറ്റ്സിലായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ 48 കണ്ട്. അപ്പം ഞാൻ നേരെ എന്നാൽ അടിയിലോട്ട് പോയി നോക്കാം, അവിടെ ഒരു പോർട്ടൽ കാണുമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ നേരെ അടിയിലോട്ട് ലൈറ്റർ ഇട്ടങ്ങോട്ട് ചാടാൻ പോയതാണ്. അപ്പോഴത്തേക്കും ഉമ്മാർ ഇടയ്ക്കൂടെ ഞാനൊരു വഴിപ്പെട്ടിരിക്കുമ്പോൾ ഉമ്മാർ വന്ന് അടിക്കുന്നത്. എനിക്കാണെങ്കിൽ കലി വന്നു. ഞാൻ പിന്നെ ഉമ്മാരെ അടിക്കാനൊന്നും നിന്നേണ്. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നു. ഉമ്മാരാണെങ്കിൽ ഒരുമാതിരി മനുഷ്യനെ മെനക്കെടുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് കളിയായി ഉമ്മാരെ. ഉമ്മാർ ചുമ്മാ വന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഉമ്മാർക്ക് ഗോൾഡ് കൊടുത്താലും ഉമ്മാരെ അടിക്കും വീണ്ടും വന്ന്. അതുകൊണ്ട് ഉമ്മാരെ ഇഷ്ടമല്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഈ കുഴി വന്ന് വീണു. ഞാൻ വിചാരിച്ച് തീർന്നെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനാണെങ്കിൽ മണ്ടയ്ക്കോട്ട് ബ്ലോക്ക് വെച്ച് പൊങ്ങിയപ്പോൾ വീണ്ടും അവൻ. ഞാനാണെങ്കിൽ ഒറ്റ വെട്ടി അങ്ങ് താഴെ ഇട്ട്. ഷാർപ്പ്നെസ് 1 ആണ്, പക്ഷെ എങ്ങനെ താഴെ വേണമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനാണെങ്കിൽ ഞാനിങ്ങനെ അടിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. നോക്കാൻ നേരം അവിടെ ക്ലോസ്ഡ്. അപ്പോൾ മനസ്സിലായി ഇനി വീട്ടിലോട്ട് പോകാനൊരു സാഹചര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഗൈസ്. അവിടെ വെച്ച് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, അറിയാലോ. ഞാൻ നോക്കാൻ നേരം ഇവന്മാരും ഒരു ഗാസ്റ്റ്. എനിക്കെന്നാൽ ഗാസ്റ്റിൻ്റെ മറ്റേ ഗാസ്റ്റ് TAs എന്ന് പറയുന്ന സാധനമില്ലേ, അതിൻ്റെ ഒരു ആവശ്യവും എനിക്കുണ്ടായിരുന്നു. ഞാനവനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊല്ലാൻ നോക്കുക. ഞാൻ എന്നിട്ട് എങ്ങനെയും അവനെ ഒന്ന് കൊന്നിട്ട് അവൻ്റെ ഗാസ്റ്റ് TAs കിട്ടണം. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഇൻവെൻട്രി ഇങ്ങനെ തുറന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ ഒരു ഗാസ്റ്റ് TR ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ അവിടെ ഒരുത്തനെ കണ്ടിട്ട് അവനെ ഒറ്റ അടിക്ക് ഞാൻ തീർന്ന്. പിന്നെ ലൈറ്റർ ഇട്ടുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. ഒന്നും കയറിയില്ല. ഒരു XP കൊണ്ടൊന്നും കയറത്തില്ല. അതെൻ്റെ മണ്ടത്തരം, അത് വേറെ കാര്യം. ഞാനാണെങ്കിൽ എന്നാൽ പിന്നെ ഉമ്മാരം കൊല്ലട്ടെ, എനിക്ക് വയ്യ, ഞാൻ നിർത്തുകയെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് ഈ സാധനം എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊന്നു. എനിക്കെൻ്റെ പേര് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ഇൻ ദി ബോക്സ്, കമൻറ്റ് ബോക്സ്. പിന്നെ ഗൈസ് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഓരോ ആൾക്കും സജഷൻ ആവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗൈസ്, അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇവനെ ഞാൻ എങ്ങനെയും ഒന്ന് കൊല്ലാൻ നോക്കുക. എന്തോ ഭാഗ്യത്തിന് അവൻ്റെ അടി മോന്തയ്ക്ക് വന്നത് നൈസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിത്തേർച്ച് പോകുന്നുണ്ട്. അങ്ങനെ അവൻ ചത്ത് കഴിച്ചു. ഞാനപ്പോൾ അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി നോക്കാൻ നേരം ഇല്ലല്ലോ വീണ്. അപ്പം ഞാനാരെ നെക്സ്റ്റ് നമുക്ക് എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, ഫയർ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. ഞാനാണെങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ എൻ്റർമാനൊക്കെ നമ്മളെ കൊന്നെന്ന് ഞാനാണെങ്കിൽ ചാവട്ട് നോക്കുന്നൊരു പടക്കം മരം. ഞാൻ ദേഷ്യം വന്നു. എനിക്കാണെങ്കിൽ പിന്നെ ചത്താൽ മതിയെന്നുള്ള രീതിയിലായിപ്പോയി ഗൈസ്. എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നു. കാരണം ഇവന്മാരാണെങ്കിൽ അങ്ങനെ അടിക്കുന്നു ഇങ്ങനെ അടിക്കുന്നു, ഒരുത്താണെങ്കിൽ കറങ്ങുന്നു. എനിക്ക് ചിരി വന്നിട്ട് പോയ. ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് ഒരാട്ടായപ്പോൾ എനിക്ക് കലിയായി. കൊല്ലുന്നോടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അടിച്ച കൊന്നു. പക്ഷേ എൻ്റെ ഇത് എൻ്റർപേളൊന്നും കിട്ടിയില്ല. എന്നിട്ട് എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ അടിച്ചിട്ടാ ഞാൻ നോക്കാൻ നേരം എനിക്ക് അപ്പം ഗാസ്റ്റ് ഇയർ ഞാൻ കണ്ട്. ഞാൻ വിചാരിച്ചു അവൻ്റെ നിന്ന് കിട്ടിയെന്ന്. നേരത്തെ എൻ്റെ കിട്ടിയായിരുന്നു ഒരു ഗാസ്റ്റ് ഇയർ. നോക്കാൻ നേരം ബൂട്ടിനും പാൻസിനും ഒട്ടും ഹെൽത്തില്ല. ഞാനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു.
വേറൊരു എന്തോ അയൺസേ ഇതിൻ്റെ ഇങ്ങോട്ട് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ വേറൊരെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല. എന്നിട്ട് ഞാൻ ചാവട്ടെന്നും പറഞ്ഞുകൊണ്ട് വേറെ എൻഡർമാനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു ദേവദൂതനെ പോലെ ഒരു എൻഡർമാനെ ഞാൻ കണ്ട്. അപ്പം ഗൈസ് പിന്നെ ചെറിയൊരു മഴയുടെ ഒരു ഇതുണ്ട്. ഞാൻ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് അവൻ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അടിക്കും. ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കത്തി ഒരു എൻഡർമാൻ വേറെ. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് ചെയ്ത് കളിക്കുന്നു. അവിടുന്ന് വരുന്നു. ഞാനെങ്കിൽ ചാവട്ടത്ത് വിചാരിച്ചിരുന്നു ഗൈസ്. എന്നെ കൊന്ന് അവനങ്ങ് തൊലക്കെട്ട് നമുക്കതൊരു ഒറ്റയടിക്ക് വിചാരിച്ചവൻ അവൻ ലാവായി പോയത്. പക്ഷെ അവൻ പിന്നെ അവൻ കത്തി അവനെ ബാക്കിൽ നിന്ന് വന്ന് അടിച്ചാൻ കൊല്ലട്ടെന്ന് ഞാൻ വിചാരിച്ചേ. എനിക്ക് വയ്യനി ഈ നെതറി കിടന്ന് ചാവാൻ. പിന്നെ വഴിയുള്ളതെന്ന് വെച്ചാൽ മറ്റേവൻ കയറണം. മറ്റേവൻ കയറിയാലേ പിന്നെ ഒരു വഴിയുള്ള എനിക്ക് ഓവർ വേൾഡിലോട്ട് പോകും. ഞാൻ വിചാരിച്ച് നോക്കാൻ നേരം ഇവനും അഗാസ്റ്റും എല്ലാവരും കൂടി എന്നെ ഒരുമിച്ചിട്ടങ്ങ് അടിച്ച്. ഞാൻ പറഞ്ഞു അടിക്കും, നിങ്ങളെല്ലാവരും അടിക്കും, എനിക്കൊരു കുഴപ്പമില്ല. നോക്കാൻ നേരം എൻഡർമാൻ്റെ ഇത് കുറച്ച് XP കുറച്ച് കൂടുതലുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എലൈറ്റർ എടുത്തിടണമെന്ന് ആലോചിച്ച്. പക്ഷേ അവിടെ അടുത്ത് വന്നപ്പോൾ എലൈറ്റർ എടുത്തിട്ട് കിട്ടിയെന്നെ വിശ്വസിച്ച് ഇച്ചിരി കയറി ഗൈസ്. പിന്നെ ഞാൻ ഇവനെ പവർ ബോ വെച്ചൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവന് കൊള്ളുന്നില്ല. അങ്ങനെ കൊള്ളുമോ എനിക്കറിയത്തില്ല. എൻ്റെ എയിമും ഭയങ്കര മോശം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അനങ്ങും. ഇവനും അടിച്ചോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. എല്ലാവരും കൂടി അടിച്ചടിച്ചങ്ങ് കൊല്ലട്ടെ. മറ്റേവനാണെങ്കിൽ അവന്മാരെയും കൊന്നു കളയുന്നൊന്നാണ് ഇല്ലാത്തവൻ. എത്ര വട്ടം അവന്മാരെ കൊന്ന. അങ്ങനെ കഴിച്ച് ഞാൻ ചത്തു. പിന്നെ കഴിച്ച് ഞാൻ നിങ്ങളോട് പറയാനൊരു കാര്യം, ഇതിൽ ഞാനാണെങ്കിൽ ഒരു ചീറ്റ് എന്നല്ല ഒരു കോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പം ഈ എന്തോ പറയുന്നേ അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്ത് പിന്നെ ഈ ഇത് വരല്ലേ അല്ല നമ്മൾ ചാത്താലും നമ്മുടെ ഈ സാധനം കാണും. ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.